ഇത് പണ്ട് ഉടമ്പടിയുടെ കാലം തുടങ്ങിയപ്പോൾ ദൈവം എന്നോട് പറയുന്നൊരു വാക്ക് ഉണ്ടായിരുന്നു. അത് ഒത്തിരിപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ, ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ്. അതാണ് ഉടമ്പടിയുടെ ഒരു ഇക്വേഷൻ, സമവാക്യം എന്ന് പറഞ്ഞ ഇതാണ്. നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവവും സിൻസിയറാക്കി ഈ വിഷയത്തിൻ്റെ മേലെ നേരെ മറച്ചു. അപ്പം നമ്മളിതിൽ അഴകുഴമ്പൻ ഉടമ്പടി എടുത്തിരിക്കണമെങ്കിൽ ഈ വിഷയം മുമ്പത്തേക്കാൾ അളിയാൻ സാധ്യതയുണ്ട്. വെറുതെ അതാണ് ഞാൻ പറയണത്, ആലപ്പുഴ വന്ന് പണി മേടിക്കരുതെന്ന് പറയത്തില്ലേ. അതിൻ്റെ കാരണം അതാണ്. എന്താ കാര്യം? ചില ആൾക്കാർക്ക് ഇതെടുക്കാൻ അർഹതയില്ല. അവർ ടേസ്റ്റ് ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വന്ന ആൾക്കാരാണ്. ഇട്ട് നോക്കാം, ഇങ്ങനെ കൊത്തുണ്ടാന്ന് നോക്കി ചൂണ്ടയിടത്തില്ല, കൊത്തി നോക്കാം. മീനുണ്ടെങ്കിൽ പിടിക്കുകയാണെങ്കിൽ ഒരു സംഭവമെങ്കിലും നടന്നാൽ നമുക്ക് പത്രം കൊടുക്കാം. പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് നേരത്തെ എഴുന്നേക്കാം. ഒരു സംഭവമെങ്കിലും നടന്നു കിട്ടിയാൽ പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് നേരത്തെ എഴുന്നേക്കാം, 5:30 എഴുന്നേക്കാം. ഒരു സംഭവം നടന്നില്ലെങ്കിൽ പാർട്ടി പണ്ടത്തതുപോലെ 7 മണിക്ക് എഴുന്നേക്കത്തുള്ളൂ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ കഴിഞ്ഞിരിക്കുന്ന സമയം. ഇതാണ് ഈ ബ്ലാക്ക് ഉടമ്പടി എന്ന് പറയണത്. നിങ്ങൾ അതിൻ്റെ അകത്ത് കാര്യം, ഇതിൻ്റെ അകത്തൊരു നീതിയുടെ മാർഗമുണ്ട്. നീതിയുടെ മാർഗത്തിൻ്റെ 2ാം സെക്ഷൻ വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. വിശ്വസിക്കത്തക്ക വിധം. അപ്പോൾ വിശുദ്ധ ലൂക്കായുടെ മത്തായിയുടെ സുവിശേഷം 21:32 എന്താ പറയണത് എന്ന് പറഞ്ഞ്, വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. ഇപ്പൊ കാര്യം പിടികിട്ടില്ലേ? കാര്യം അനുദപിച്ചാൽ മാത്രമേ നമ്മൾ വിശ്വാസിയാണെന്ന് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവിശ്വാസിയാണ്. ഇത് ഒറ്റ നടക്ക പോകത്തില്ല കേട്ടാ. മനസ്സിലായില്ലേ? ഒന്നിനു വായിച്ചത് 21:32. എന്തെന്നാൽ എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു. നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചു. അപ്പൊ കണ്ടിട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർ ദൈവാനുഭവം പ്രാപിക്കുന്ന കാണുന്നത് എവിടെയാണ്? സാക്ഷ്യമല്ലേ. മനസ്സിലായില്ലേ? മറ്റുള്ളവരുടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? സാക്ഷ്യം കേൾക്കുമ്പോഴാണ്. ഈ സാക്ഷ്യം കേട്ടിട്ടും നമ്മൾ എന്ത് ചെയ്തില്ല? അനുദപിച്ചില്ല. അപ്പൊ സാക്ഷ്യം എന്തിനുള്ളതാണ്? അനുദപിക്കാനുള്ളതാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഞങ്ങൾക്ക് ആഴമായ അനുദാനം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും